ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വല്യപ്പച്ചന്റെ വീട്ടിൽ വിരുന്നിന് വന്നതാണ് കുട്ടികൾ. റോട്ടിലൂടെ കാഴ്ചകൾ കണ്ടു നടക്കുമ്പോൾ കുട്ടികൾ വല്യപ്പനോട് പറഞ്ഞു, ഇത്ര ഭീമാകാരമായൊരു വൃക്ഷം ഞങ്ങൾ കണ്ടിട്ടില്ല. എന്താണ് ഇത്ര വലിയ വൃക്ഷമായിട്ട് ഇതാരും വെട്ടി വിൽക്കാത്തതോ, ആരും വെട്ടിക്കൊണ്ടു പോകാത്തതോ? വല്യപ്പൻ പറഞ്ഞു, ഇതിന് വലിപ്പം മാത്രമേ ഉള്ളൂ, ഒരു ഗുണവുമില്ല. കാതലില്ലാത്തത് കൊണ്ട് ഇതുകൊണ്ട് ഉരുപ്പടികളൊന്നും ഉണ്ടാക്കാനായിട്ട് കൊള്ളുകയില്ല. എന്നാൽ വെട്ടി വിറകായി ഉപയോഗിക്കാമെന്ന് വെച്ചാലോ വെറുതെ പുകയുമെന്നല്ലാതെ തീയും ചൂടും ഉണ്ടാകില്ല. അതുകൊണ്ട് ആർക്കും പ്രയോജനമില്ലാത്തത് കൊണ്ട് ഇതിന്റെ ജീവൻ എങ്ങനെ നിലനിന്ന് പോകുന്നു. അന്ന് വൈകുന്നേരത്തെ ഭക്ഷണത്തിനായി വീട്ടിലെ താറാവുകളിൽ ഒന്നിനെ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചു. വല്യപ്പൻ പറഞ്ഞു, 2 താറാവുണ്ട്. ഒന്ന് ആരെങ്കിലും വീട്ടിൽ വന്നാൽ വലിയ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് വീട്ടുകാരെ മുഴുവൻ അറിയിക്കും. മറ്റൊന്ന് ഒരു ശബ്ദവും ഉണ്ടാക്കാതെ എവിടെയെങ്കിലും പോയി പതുങ്ങിയിരിക്കും. അങ്ങനെ ശബ്ദമുണ്ടാക്കാത്ത താറാവിനെ അന്ന് കൊന്ന് കറി വെച്ചു. അപ്പോൾ കുട്ടികൾ വല്യപ്പനോട് ചോദിച്ചു, രാവിലെ കണ്ട വൃക്ഷം യാതൊരു പ്രയോജനവുമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ജീവൻ നിലനിർത്തി. ഇപ്പോൾ യാതൊരു പ്രയോജനവുമില്ലാത്ത താറാവിൻ്റെ ജീവൻ നഷ്ടമായി. അപ്പോൾ പ്രയോജനം ഉണ്ടാവുക എന്നതാണോ അത് പ്രയോജനമില്ലാതായിരിക്കുക എന്നതാണോ പ്രധാനം? വല്യപ്പൻ പറഞ്ഞു, സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രയോജനം ഉണ്ടാകണോ ഉണ്ടാകാതിരിക്കണോ എന്ന് തീരുമാനിച്ച് തിരിച്ചറിവോടുകൂടി പ്രവർത്തിക്കുക എന്നതാണ് പ്രധാനം. നമ്മുടെയൊക്കെ ജീവിതത്തിലും എങ്ങനെ പ്രവർത്തിക്കണം, എപ്രകാരം പ്രയോജനമുള്ളതായി തീരണം എന്ന് തീരുമാനിക്കേണ്ടത് നാമാണ്. സാഹചര്യങ്ങളെ തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനമാണ്. കർത്താവിൻ്റെ പരസ്യശുശ്രൂഷയിൽ കർത്താവിനെ ചോദ്യം ചെയ്യാൻ വരുന്ന പരീശന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ മറുപടികൾ ചിലപ്പോൾ മൗനമായിരുന്നു, ചിലപ്പോൾ മറു ചോദ്യങ്ങളായിരുന്നു, ചിലപ്പോൾ വ്യാഖ്യാനങ്ങളും. എന്നാൽ അനുഗ്രഹങ്ങളെ തേടിയും സൗഖ്യം തേടിയും സംശയ നിവാരണത്തിനുമൊക്കെയായി കടന്നു വന്നിരുന്ന ആളുകളെ വളരെ സ്നേഹത്തോടെ ആശ്വസിപ്പിച്ച് വ്യാഖ്യാനങ്ങൾ പറഞ്ഞുകൊടുത്ത് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സാഹചര്യങ്ങളെ തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനമാണ്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം മറ്റുള്ളവർക്ക് എപ്രകാരം ആയിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നാം തന്നെയാണ്. ചിലപ്പോൾ മൗനമായിരിക്കേണ്ടി വരും, ചിലപ്പോൾ പ്രയോജനമില്ലാത്തവരെ പോലെ ആയി തീരേണ്ടി വരും. എന്നാൽ ചിലപ്പോൾ നല്ല പ്രയോജനമുള്ളതായി തീരുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രയോജനമില്ലാത്ത വൃക്ഷം ജീവൻ നിലനിർത്തുന്നു എന്നതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രയോജനമില്ലാതായിരിക്കുക എന്നതല്ല അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. മറിച്ച് ആവശ്യമുള്ള സമയത്ത് പ്രയോജനമുള്ളതായി തീരണം. പ്രയോജനമില്ലാത്ത താറാവിൻ്റെ ജീവൻ നഷ്ടമായതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആർക്കും വേണ്ടാത്തവരായി തീരരുത്. ആരുടെയും ജീവിതത്തിൽ ഒരു പ്രയോജനമില്ലാത്തവരായി തീരരുത്. എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായത്. ആ തിരിച്ചറിവിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രയോജനമുള്ളവരായി തീരുവാൻ ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.